ആക്സിയം-4 ദൗത്യ സംഘത്തിന്റെ മടക്കയാത്ര ജൂലൈ 14-ന് ആകുമെന്ന് സ്ഥിരീകരിച്ച് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിച്ചിന്റെ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ശുഭാംശു ശുക്ലയുടെ മടക്കം എന്നാകും എന്നതിനെപ്പറ്റി ISRO ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ആണ് നമുക്കൊപ്പം ചേരുന്നത്. അജയ്, ഗുഡ് മോർണിംഗ്. എന്തായാലും തുടക്കത്തിൽ, അതായത് ഇന്നലെയൊക്കെ നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നതിനാൽ ശുഭാംശുവിന്റെ മടക്കയാത്ര വൈകുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, 14-ന് തന്നെ തിരികെ വരും എന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം നാസയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ കൊമേഴ്ഷ്യൽ ക്രൂ മാനേജറായിട്ടുള്ള സ്റ്റീവ് സ്റ്റിച്ച് അദ്ദേഹം മറ്റൊരു ദൗത്യ സംഘത്തിൻ്റെ ജൂലൈ 31-ന് യാത്ര തിരിക്കാനിരിക്കുന്ന മറ്റൊരു ദൗത്യ സംഘത്തിൻ്റെ അറിയിപ്പ് നൽകുന്നതിനായി ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഈ ആക്സിയം-4 ദൗത്യത്തിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹം നൽകുകയുണ്ടായിരുന്നത്. ഇതിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് ചില കാലാവസ്ഥാ പ്രതിസന്ധിയും അതുപോലെ തന്നെ മറ്റ് ചില ഡാറ്റ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും മറ്റുമുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളും ഇതെല്ലാം കാരണമാണ് ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി നീട്ടിവെച്ചത്. എന്നാൽ 14-ാം തീയതി തന്നെ ഞങ്ങൾ ഡോക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ജൂലൈ 31-നുള്ള ക്രൂ 11-ന്റെ ഒരു പുറപ്പെടൽ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം കൂടി ചേർത്ത് പറഞ്ഞത്. എന്നാൽ ഈ ജൂലൈ 14 എന്ന് പറയുന്ന ഡേറ്റ് ഇതിനു മുൻപ് തന്നെ നമുക്ക് ലഭ്യമായിരുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം 2 ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടിരുന്നത്. അവരുടെ പോളണ്ടിൽ നിന്നുള്ള ഈ ശുഭാംശു ശുക്ലയുടെ യാത്രികനായിട്ടുള്ള സ്ലാവോ സുസ്നാവ്സ്കി അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര എന്നാകും എന്നുള്ള തരത്തിലുള്ള ചില ചോദ്യങ്ങൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ അടുത്ത് അവരുടെ പക്കൽ വന്നിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ജൂലൈ 14-ന് ശേഷമായിരിക്കും അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വരിക എന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി വ്യക്തമാക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ജൂലൈ 14 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് എല്ലാവരും വിരൽ ചൂണ്ടിയിരുന്നത്. എന്നാൽ നാസയുടെ അറിയിപ്പ് അന്നൊന്നും വന്നിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമാണ്, വ്യാഴാഴ്ച മാത്രമാണ് ഇത് സംബന്ധിച്ച് ഉള്ള ഒരു അറിയിപ്പ് നാസയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള മെമ്പറിൻ്റെ കയ്യിൽ നിന്ന്, സ്റ്റിച്ചിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ISRO ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ISRO എന്നായിരിക്കും മടങ്ങി വരവ് എന്നതിനെ സംബന്ധിച്ചുള്ള മറ്റ് പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും വാർത്താക്കുറിപ്പോ ഒന്നും തന്നെ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പോൾ നിലവിൽ ദൗത്യ സംഘം, പ്രത്യേകിച്ച് ശുഭാംശു ശുക്ല 60ഓളം പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഹാം റേഡിയോ വഴി ISROയിലെ അധികൃതരുമായി സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാനും വിദ്യാർത്ഥികളുമായിട്ടും അദ്ദേഹം സംവദിച്ചിരുന്നു. വിദ്യാർത്ഥികളും അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോഴെല്ലാം ഈ പരീക്ഷണത്തിന്റെ വിശദാംശങ്ങളെല്ലാം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായിരുന്നു. അതെ, അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും വിജയകരമായ 60ഓളം പരീക്ഷണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ശുഭാംശുവും സംഘവും മടങ്ങുന്നത് എന്നതും സന്തോഷകരമാണ്.